ഷീലാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു താറാവ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു നാടൻ സ്റ്റൈലിലാണ്, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പം താറാവ് ഇത് ക്ലീൻ ചെയ്ത് താറാവാണ്. അതായത് ഇപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഒരു കിലോയ്ക്ക് ഒരു 1.25 കിലോ പോലെ ഉണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1.25 കിലോ. അത് സ്കിന്നോട് കൂടെയാണ് വെച്ചിട്ടുള്ളത്. താറാവ് എപ്പോഴും സ്കിന്നോട് കൂടെ എടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇത് നാടൻ താറാവാണ്. ഇവിടെ അടുത്ത് ഞങ്ങൾക്കൊരു ഫാമുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാടൻ താറാവാണ്, അതുകൊണ്ട് ഇത് ഹാർഡായിരിക്കും. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്നപ്പോഴേ തന്നെ രാത്രിയാണ് കിട്ടിയത്. അപ്പോൾ തന്നെ ഞാൻ ഇതിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് താറാവ് കുറച്ച് ഹാർഡായതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി അല്പം കൂടുതൽ എടുക്കണതാണ് നന്നായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, 1 ലെമൻ്റെ ജ്യൂസ്, ഇത്രയും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾ സമയമില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് വച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് ഏത് ഓയിൽ ഇഷ്ടമോ അത് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 3 ഓണിയൻസ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണിയൻ പറഞ്ഞാൽ ഇത്രയും വലിപ്പമാണ്, അതായത് മീഡിയത്തിനേക്കാളും കുറച്ചുകൂടെ വലുതാകും, ഒരു ലാർജ് എന്ന് പറയാം. അങ്ങനെ 3 സവോള എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ അളവുകളൊക്കെ ഇത്ര തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഇരുന്നാൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യണില്ല. കുറച്ച് ഉപ്പിടാം, നമുക്കിത് വേഗം എളുപ്പത്തിലൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. നമുക്ക് ഉപ്പ് ഡക്കിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിടുക, കുറച്ചിടുക. നിങ്ങളിത് ഉള്ളി വഴറ്റുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ വെക്കണതെക്കാളും ഹൈയും ലോയും മാറി മാറി വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ എപ്പോഴും മീഡിയത്തിലും ലോയിലും ഇരുന്നാൽ നല്ല ഫ്രൈ ആകത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഹൈ ആക്കി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എമൗണ്ട് കൂടുതലാണ് ഓണിയൻ്റെ, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഹൈ ലോ അങ്ങനെ മാറി മാറി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുതിന ഇല ഇടുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഫ്രഷ് പുതിന ഇല ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ പച്ച സ്മെല്ല് കൂടെ ഒന്ന് മാറിയിട്ട് അടുത്ത് മസാല ആഡ് ചെയ്യാം. ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ ഓർഡിനറി ചില്ലി പൗഡർ ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഓർഡിനറി ചില്ലി പൗഡർ ഇട്ടാൽ മതിയാകും. 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മസാല ഇടണം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ഇടാൻ. ഇത് ഒന്ന് മൂത്ത് വരട്ടെ. ഇതെല്ലാം മസാല എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടൊമാറ്റോ ഇടുന്നുണ്ട്. ലാർജ് സൈസ് ആയാലും മീഡിയം ആയാലും കുഴപ്പമില്ല. അതായത് നമ്മുടെ ഈ ഓണിയനും ടൊമാറ്റോയൊക്കെ ഈ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കൊടുക്കാനും ഗ്രേവിയുടെ എമൗണ്ട് കൂട്ടാനും തന്നെ. അതുകൊണ്ട് അല്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ കുക്കായിട്ട് ആവശ്യത്തിന് നോക്കുക, എരിവ് എല്ലാം ഉണ്ടോയെന്ന് നോക്കുക. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് കുഴയിട്ട്, നമ്മുടെ ടൊമാറ്റോ ഒരുവിധം കുഴഞ്ഞിട്ടുണ്ട്. അങ്ങ് എണ്ണ തെളിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുവിധം ഒന്ന് കുഴഞ്ഞാൽ മതിയാകും. ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് വെച്ചിരിക്കുന്ന ആ ഡക്ക് എടുത്തിടാം. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ട് അടുത്ത് വെള്ളമൊക്കെ ഒഴിക്കാം. നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പം ഞാൻ 5 മിനിറ്റിൽ കുറച്ച് കൂടുതൽ സമയം അതങ്ങനെ വെച്ചിട്ടുണ്ട്. ആ എണ്ണ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് പീസിൽ നിന്ന്. ഇനി നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. അപ്പോൾ അതിന് മുമ്പിൽ ഞാൻ ഇപ്പം ഒരു 1/2 തേങ്ങയുടെ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പിനേക്കാളും കൂടുതലുണ്ട്. ഒരു 1/2 തേങ്ങയുടെ പാൽ എടുത്താൽ മതിയാകും. ഒരു ചെറിയ തേങ്ങ തന്നെ 1/2 തേങ്ങയുടെ പാല്. അപ്പോൾ അതിൻ്റെ 1-ാം പാലെടുത്ത് മാറ്റി അതിൻ്റെ 2-ാം പാലെടുത്ത് ഇതിൽ ഒഴിക്കാൻ പോവാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. 1-1.5 കപ്പ് ഒഴിക്കാം നിങ്ങൾ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് വിടാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ വേവിക്കാം. എന്ന് പറഞ്ഞാൽ ഇത് ഹാർഡായിരിക്കും ഡക്ക്. അതും ഇത് ഫ്രോസൺ അല്ല, ഫാം ഡക്കാണ്. നമുക്ക് നാടൻ കോഴിയും നാടൻ താറാവൊക്കെ അതിൻ്റെ മീറ്റ് അല്പം ഹാർഡായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ സമയം കുക്ക് ചെയ്യണം. ഒരു 4-5 വിസിൽ നമുക്ക് എടുത്തിട്ട് നോക്കാം. നമ്മുടെ കുക്കറിൽ ഇപ്പോൾ പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല നെയ്യൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഡക്ക് സ്കിന്നോട് കൂടെയാണ് ഇട്ടത്, അതുകൊണ്ടാണ്. നിങ്ങൾ ഡക്കിൻ്റെ ഇത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്കിന്നോട് കൂടെ എടുക്കണതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ ഡക്ക് മീറ്റ് കുറവായിരിക്കും, അത് ബോണാണ് കൂടുതലായിരിക്കുന്നത്. അപ്പോൾ ബോൺസ് കൂടുതലായി ഉള്ളതുകൊണ്ട് സ്കിന്നിരിക്കുകയാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് നന്നായിരിക്കും. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ സ്കിന്നോട് കൂടെയുള്ള ഡക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഫ്രഷ് ഡക്ക് ആണെങ്കിൽ അതാണ് നല്ലത്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം. ഇതിലേക്ക് ഞാൻ ഇനിയും 1-ാം പാൽ ഒഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം.
എനിക്ക് കുറച്ചുകൂടെ ചാറ് വേണം, അതുകൊണ്ടാണ് ഞാൻ അത് മാത്രമല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കറിയാക്കണോണ്ടാണ് എടുക്കുന്നത്. ഇത് ഇത്രയ്ക്കും മതി, ഇത് ഇത്രയ്ക്കും നല്ല സ്വാദാണ്. ഇതിങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സൈസ് പൊട്ടറ്റോ കൂടെ കുക്ക് ചെയ്തിടുന്നുണ്ട്. ഇത് കുക്ക് ചെയ്ത പൊട്ടറ്റോയാണ്, അതായത് നേരത്തെ ഇട്ട് കുക്ക് ചെയ്യാത്തത് അതിൽ കിടന്ന് അങ്ങ് സ്മാഷ് ആയിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ അവനിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് വെച്ച് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിടാം. നേരത്തെ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഡക്ക് കുക്ക് ചെയ്യാൻ ഒരു 5-6 വിസിൽ വെച്ചാണ് കുക്ക് ചെയ്യണത്, അന്നേരം ഇത് സ്മാഷ് ആയിപ്പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കറക്റ്റായിട്ടിരിക്കും. പിന്നെ ഒരു 4-5 പച്ചമുളക് കൂടെ ഇടണുണ്ട്. ഇത് പച്ചമുളകാണ് റെഡ് കളറിലിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ട് ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ പോവാണ്. പീസ് വെന്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ബോണും ഫ്ലഷ് ബോണിൽ നിന്ന് മാറി വരണതാണ് കറക്റ്റ്. ഇങ്ങനെ നോക്കിയാൽ മതി, നിങ്ങളറിയാം. ഇതെല്ലാം ഫ്ലഷ് അങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇത് കുക്കാകുമ്പോഴാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരണത്, വിട്ട് വരണത് ബോണിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുക. ഇതൊന്നൊരു 5 മിനിറ്റ് തിളക്കിയിട്ട്, അതായത് ഈ പൊട്ടറ്റോയിൽ വന്ന് മസാല പിടിക്കട്ടെ. അത് മാത്രമല്ല 1-ാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വറ്റിച്ചിട്ട് വേണം 1-ാം പാൽ ഒഴിക്കാൻ. നമുക്ക് ഓപ്പൺ ചെയ്യാണ്. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ആഡ് ചെയ്യാം. പാൽ ആഡ് ചെയ്യണമുണ്ട്. പാൽ ഒഴിച്ചിട്ട് നല്ല തിളയ്ക്കണ്ട. ഉപ്പൊക്കെ നോക്കുക നിങ്ങൾ. കുറച്ചൊന്ന് തിക്കായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് 2-3 പച്ചമുളക്, കുറച്ച് കുരുമുളക് കൂടെ ഇടാമെന്ന്. എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാണ്. കുറച്ച് മല്ലിയില വിതറി നമുക്ക് അടച്ചു വയ്ക്കാം. ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് വിളമ്പണ പാത്രത്തിൽ ആക്കി കാണിക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ താറാവ് കറി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്